സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മൃതസഞ്ജീവനി തുടരാം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മൃതസഞ്ജീവനി പ്രഭാഷണം ആരംഭിക്കുന്ന ദിവസം ഞാൻ വ്യക്തമായി പറയുകയുണ്ടായി, ശുക്രൻ പച്ചയായ മനുഷ്യനായിരുന്നു എന്ന്. പച്ചയായ മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോൾ ശുക്രൻ ജീവിച്ചു പോയ ഒരാളാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഏതോ ഒരു അമ്മയുടെയോ ഏതോ ഒരു അച്ഛൻ്റെയോ ഒക്കെ മകനായി ഭാരതഭൂമിയിൽ ജീവിച്ചു പോയ ഒരു മനുഷ്യനായിരുന്നു ശുക്രൻ എന്നാണല്ലോ അതിൻ്റെ ശരിയായ അർത്ഥം. അങ്ങനെ പറയുവാനുള്ള സാഹചര്യം എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മളിപ്പോൾ വളരെ വ്യക്തമായിട്ടും ജീവിച്ചു പോയ ഒരാളെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മറിച്ച് ശുക്രൻ, ബൃഹസ്പതി, അതേപോലെയുള്ള അഗ്നി, വായു തുടങ്ങിയ പുരാണ പ്രസിദ്ധങ്ങളായ ദേവന്മാരെ അസുരന്മാരെയോ ഒക്കെ പറ്റി പറയുമ്പോൾ അതൊക്കെ കൽപ്പിത കഥകളാണ് എന്നാണല്ലോ ഒരുവിധം ആൾക്കാരെല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു പലരും. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ് എന്ന് വിചാരിക്കുക എളുപ്പമല്ല, അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ച് ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കി എടുക്കരുത് എന്ന് നല്ലതുപോലെ പിടിവാശി പിടിച്ചു നിന്നിരുന്ന കുറെ മനുഷ്യർ നമുക്ക് മുമ്പ് ഈ ഭാരതഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണത്. ഒരു കാരണവശാലും അറിവ് എന്ന് പറയുന്നത് സാർവത്രികമാവരുത്. അറിവ് സാർവത്രികമാവുമ്പോഴാണല്ലോ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പേർത്തും അറിയുവാനുള്ള ജിജ്ഞാസ ഉണ്ടാവുക. അപ്പൊ അറിവ് സാർവത്രികമല്ല. അറിവ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും കിട്ടിയിട്ടുള്ളതല്ല, കൊടുക്കുന്നതല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഒരു സംശയവും പാവപ്പെട്ട സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവുന്നില്ല. ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം ആവശ്യത്തേക്കാൾ കൂടുതൽ ഞാനത് വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു ചാനലിൽ, എൻ്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ അതേക്കുറിച്ച് നിരന്തരം ഞാൻ പ്രഭാഷണം നടത്തുന്നുമുണ്ട്. എൻ്റെ ശ്രോതാക്കളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൽ നടന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചും കേരളത്തിലെ സാധാരണ മനുഷ്യരെ എങ്ങനെയാണ് അജ്ഞരായി കഴിഞ്ഞത് എന്നും അതൊക്കെ ആരുടെയൊക്കെ താല്പര്യം കൊണ്ടായിരുന്നുവെന്നും മറ്റുമുള്ള കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുള്ളവർ കുടിപ്പള്ളിക്കൂടങ്ങളും എഴുത്താശാന്മാരും എന്ന് പറയുന്ന യൂട്യൂബിൽ ഞാൻ നടത്തുന്ന ആ ലഘു പ്രഭാഷണങ്ങൾ, അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇങ്ങോട്ട് വരും. ശുക്രൻ പച്ചയായ മനുഷ്യനായിരുന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. എൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുട്ടികളുണ്ടല്ലോ, സാധാരണ കുടുംബങ്ങളിലുണ്ടായിരുന്ന കുട്ടികൾ, അവർക്ക് ശുക്രനോ ബൃഹസ്പതിയോ ഇവരെക്കുറിച്ചൊന്നും ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് വിചാരിക്കാവുന്ന യാതൊരു സിറ്റുവേഷൻസും ഉണ്ടായിരുന്നില്ല. പുരാണങ്ങളാണ് നിറഞ്ഞു നിന്നിരുന്നത്. പുരാണങ്ങൾ സത്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പോഴാണല്ലോ, അറിവ് കിട്ടുമ്പോഴാണല്ലോ ഓരോരുത്തർക്കും മനസ്സിലാവുക. പുരാണങ്ങൾ പൂർണ്ണമായും സത്യമല്ല എന്ന് തറപ്പിച്ചു പറയുവാനുള്ള ധൈര്യമോ അറിവോ പാവപ്പെട്ട സാധാരണക്കാർക്ക് ഇതിനു മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പൊ തറപ്പിച്ച് പറയുന്നു. അനേകം മനുഷ്യർ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പുരാണങ്ങളിൽ നിന്ന് ചികഞ്ഞെടുത്ത് ഓരോരോ വാഗ്മികൾ
സാധാരണ മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അറിവിൻ്റെ ചക്രവാളം ഇപ്പോൾ നല്ലതുപോലെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അറിവ് കിട്ടുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. ശുക്രൻ പച്ചയായ മനുഷ്യനായിരുന്നു എന്നാണല്ലോ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. SSLC കഴിയുന്നതുവരെ, വേണ്ട BA കഴിയുന്നതുവരെ, വേണ്ട ജോലി കിട്ടുന്നതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ശുക്രനും ബൃഹസ്പതിയൊന്നും സാധാരണ മനുഷ്യനായിരുന്നില്ല. എൻ്റെ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അതൊക്കെ തന്നെ ആയിരുന്നു സ്വഭാവം എന്നെനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഉന്നത ജാതികളിൽപ്പെട്ട ആൾക്കാർക്ക് നിശ്ചയമുണ്ടായിരുന്നുവോ എന്നെനിക്കറിയില്ല കേട്ടോ. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ദൈനംദിനം ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് വീടുകളിൽ സംസാരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ മതകാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ യഥാർത്ഥമായ സത്യങ്ങളെക്കുറിച്ച് നിശ്ചയമുണ്ടായിരിക്കും. ആ സത്യങ്ങൾ പക്ഷേ അവരാരും എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ബോധ്യപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല. അതൊരു രഹസ്യ സ്വഭാവമായി നിലനിൽക്കട്ടെ എന്നുള്ളത് തന്നെയാണ് പരമ്പരാഗതമായി അവരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ആ സിദ്ധാന്തമാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നു ശുക്രൻ പച്ചയായ മനുഷ്യനാണ് ആയിരുന്നുവെന്ന്. എന്താണ് അതിൻ്റെ പ്രൂഫ് എന്ന് നിങ്ങൾ ചോദിക്കുമല്ലോ. കുറെ കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരാള് ഏതെങ്കിലും ഒരാളങ്ങോട്ട് പറയുമ്പോഴേക്കും എങ്ങനെയാണ് പച്ചയായ മനുഷ്യനാവുക? പുരാണങ്ങളിൽ അങ്ങനെയൊന്നും അല്ലല്ലോ അവരെ പറ്റി പ്രതിപാദിക്കുന്നത്, പറയുന്നത്. ശരിയാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്താണ് ശുക്രദശയുടെ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ കൈവശം കിട്ടുന്നത്. ശുക്രദശയുടെ ചരിത്രം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് പോഞ്ഞിക്കര റാഫിയാണ്. അപ്പൊ പോഞ്ഞിക്കര റാഫി ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യത്തിലുള്ള സ്റ്റാറ്റസ് എന്ത്? ഇമാതിരി കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെയൊന്നും ആരോടും പറയേണ്ട ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളത്തിൽ ജനിച്ചിട്ടുള്ള അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് അദ്ദേഹം. അപൂർവ പ്രതിഭ എന്ന് പറഞ്ഞാൽ അപൂർവ പ്രതിഭ തന്നെയാണ്. ഒന്നാന്തരം കഥാകൃത്ത്, കൂടാതെ ഗവേഷണ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ്. ഉന്നതമായ ഗവേഷണ ഗ്രന്ഥങ്ങൾ മലയാളിക്ക് സംഭാവന ചെയ്തിട്ടുള്ള അതുല്യ പ്രതിഭയാണ് പോഞ്ഞിക്കര റാഫി എന്ന് പറയുന്നത് ആള്. അദ്ദേഹം കലിയുഗം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന മറ്റൊരു ഫിലോസഫിക്കൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് ഫിലോസഫിക്കൽ ഗ്രന്ഥങ്ങളും എഴുതുവാൻ സാധാരണ ആൾക്കാർക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അതുല്യമായ ഗവേഷണ പ്രതിഭ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സഹായിക്കുവാൻ അദ്ദേഹത്തിൻ്റെ തന്നെ സഹധർമ്മിണിയായ സബീന റാഫിയും ഉണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഉന്നതമായ ഗവേഷണ പ്രബന്ധങ്ങളും ഗ്രന്ഥങ്ങളും കൈരളിക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. പോഞ്ഞിക്കര റാഫിയെ ഇതിനു മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ, അദ്ദേഹത്തിൻ്റെ രചനാ രീതികളെയൊക്കെ നിശ്ചയമുണ്ടായിരുന്നു കൊണ്ട് ഈ ശുക്രദശയുടെ ചരിത്രം എന്ന് പറയുന്ന ഗ്രന്ഥം കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ സമയം കളയാതെ തന്നെ അത് വായിക്കാൻ തുടങ്ങുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രചനാ രീതി, അദ്ദേഹത്തിൻ്റെ ഗവേഷണാത്മകമായ താല്പര്യം എന്നിൽ ഇതിനു മുമ്പേ നല്ലതുപോലെ അഭിപ്രായം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ ശുക്രനെ കുറിച്ചൊക്കെ എന്താണ് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് എന്ന് ഞാൻ സംശയിച്ചു പോയി. ശുക്രൻ ഒരു കൽപ്പിത കഥാപാത്രം മാത്രമല്ലേ?
ഏതെങ്കിലും കാലഘട്ടത്തിലൊക്കെ ജീവിച്ച ഒരു സാധാരണ മനുഷ്യനാണോ അദ്ദേഹം? ബൃഹസ്പതിയെ പറ്റി എഴുതുന്നു എന്ന് പറയുമ്പോൾ ഒരു സാധാരണ കുട്ടി എന്താ വിചാരിക്കുക? ബൃഹസ്പതിയെ പറ്റി എഴുതുവാൻ എന്താണ് നമുക്ക്? അദ്ദേഹം ഏത് രീതിയിൽ ജീവിച്ച ഒരാളായിട്ടാണ്? അങ്ങനെ ഒരാളായിരുന്നു അദ്ദേഹം. വേണ്ട, ഈ ഇന്ദ്രനെയും അതേപോലെ തന്നെ വായു, അഗ്നി ഒക്കെ സാധാരണ മനുഷ്യനായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ വളരെ വിചിത്രമായ ഒരു അനുഭവമായിരിക്കുമല്ലോ അത്. ആ വക കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ ഒന്നും ഭ്രമിച്ചവരല്ലല്ലോ സാധാരണ കുട്ടികൾ. അവർ മുഴുവനും ഈ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മാത്രം ആസ്പദമാക്കി മനസ്സിലാക്കി പോയിട്ടുള്ളവരാണല്ലോ. ഞാനിവിടെ ചുരുക്കട്ടെ. ഇത് പോഞ്ഞിക്കർ റാഫി എഴുതിയ ഈ ഗ്രന്ഥം, അതായത് ശുക്രദശയുടെ ചരിത്രം, പൂർണ്ണമായും വായിച്ചു കഴിയുമ്പോൾ ഞാൻ അത്ഭുത സ്ഥിമിതനാവുകയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വാചകവും എന്താ പറയേണ്ടത്, ജീവനും രക്തവുമുള്ള ശുക്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണിച്ചു തരികയാണ്. ആ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഒരു ആലങ്കാരികതകളുമില്ലാതെ, ഒരു കൃത്രിമത്വങ്ങളുമില്ലാതെ, ഒരു ഹൈപ്പർബോളിക് ലാംഗ്വേജും ഉപയോഗിക്കാതെ, പുരാണങ്ങളിൽ സാധാരണഗതിയിൽ എഴുതി ഉണ്ടാക്കുന്ന കെട്ടുകഥാ രൂപത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒന്നുമില്ലാതെ ശുക്രനെ നമ്മുടെ മുമ്പിൽ ഒരു സാധാരണ മനുഷ്യനായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചാണ് ആ ഗ്രന്ഥം. അതാണ് അതിൻ്റെ വ്യത്യാസം. അതൊരു ബയോഗ്രഫിക്കൽ സ്കെച്ചാണ്. അന്ന് വരെ ഞാൻ വായിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ വിഭിന്നമായി ഈ ശുക്രദശയുടെ ചരിത്രം നിലനിൽക്കുകയാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞു, പോഞ്ഞിക്കർ റാഫിയുടെ ഈ ഗ്രന്ഥം പച്ചയായ ശുക്രന്റെ ജീവിതമാണ് പ്രതിപാദിച്ചത്. അതുകൊണ്ട് ശുക്രനൊരു സാധാരണ രീതിയിൽ ജീവിച്ചു പോയ ഒരാളാണ് എന്ന ധാരണ ഇതിൽ ഉണ്ടാക്കുകയാണ്. എന്നാൽ ഞാനിവിടെ സംസാരിക്കുന്നത്, പോഞ്ഞിക്കർ റാഫി അങ്ങനെ പറഞ്ഞു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശുക്രൻ ഭൂമിയിൽ ജീവിച്ച സാധാരണ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആധികാരികമായി അതിനെ പിന്താങ്ങുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഏതെങ്കിലും ആരെങ്കിലും പ്രഗത്ഭനായ ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് നമ്മളുടേതായുള്ള പ്രൂഫില്ലാതെ അതങ്ങ് എടുത്തു വിഴുങ്ങുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനും പാടില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ശ്രോതാക്കളോട് ശുക്രൻ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം പോഞ്ഞിക്കർ റാഫി പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല. അത് വിശ്വസിക്കുവാൻ എനിക്ക് വേണ്ടതായിട്ടുള്ള ന്യായങ്ങളും കാരണങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ശ്രോതാക്കളോട് പറയുന്നത്, പോഞ്ഞിക്കർ റാഫിയാണ് എനിക്ക് ഈ ശുക്രന്റെ ജീവിതത്തെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും സാധ്യതകൾ തന്നത് എന്ന് മാത്രമാണ്. പിന്നെ ശുക്രൻ ജീവിച്ചു പോയൊരു മനുഷ്യനാണെന്ന് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? ഞാൻ എന്ത് പ്രൂഫാണ് എൻ്റെ കൈവശമുണ്ടുള്ളത്? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുവല്ലോ പച്ചയായ മനുഷ്യനായിരുന്നുവെന്ന്. ആ പറഞ്ഞാൽ പോരല്ലോ. എന്നോട് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, എന്താണ് നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം? എങ്ങനെയാണ് അദ്ദേഹം പച്ചയായ മനുഷ്യനായിരുന്നു എന്ന് നിങ്ങൾ തീർത്തും പറയുന്നത്? നോക്കൂ, നമ്മൾ വേദവ്യാസനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. വാൽമീകി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാളിദാസനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നാൽ വേദവ്യാസൻ ജീവിച്ചിരുന്ന ഒരാളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? തീർച്ചയായും വിശ്വസിക്കുന്നുണ്ടല്ലോ. വാൽമീകി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നുണ്ട്. കാളിദാസനില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല. കാരണമുണ്ട് അതിന്. എന്താണ് കാരണം? വേദവ്യാസൻ എന്ന് പറയുന്ന ആ മഹാവ്യക്തി, ആ വ്യക്തി ആരെങ്കിലും ആകട്ടെ, അദ്ദേഹത്തിൻ്റെ പേര് അതേപോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടെ സംസാരിക്കുന്നത്.
അതാരെങ്കിലും ആവട്ടെ, അത് കൃഷ്ണദ്വൈപായനായാലും കൊള്ളാം, അല്ലെങ്കിൽ മറ്റേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റു പല എഴുത്തുകാരുടെ പേരും അതൊന്നും അല്ല കേട്ടോ വിഷയം. ഇവിടെ പറയുന്നത് വേദവ്യാസൻ എന്ന് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന ആ ആൾ, അത് എഡിറ്ററാവാം, ആ ആൾ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോയിട്ട് അനേക നൂറ്റാണ്ടുകൾ, അനേക സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും അദ്ദേഹം എഴുതി വെച്ച ഗ്രന്ഥമായ മഹാഭാരതം ഇന്നും നമ്മുടെ കൺമുമ്പിൽ ജീവനോടെ നിലനിൽക്കുകയാണ്. ഒരു ഗ്രന്ഥം എഴുതണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. അതാണ് അതിൻ്റെ കാരണം. മഹാഭാരതം നിലനിൽക്കുന്നു, മഹാഭാരതം അദ്ദേഹം എഴുതിയതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ എഴുതിയ ആളാണ് വേദവ്യാസൻ. അപ്പോൾ മഹാഭാരതം എഴുതിയ ആൾ, അത് വേദവ്യാസനാവട്ടെ മറ്റേതെങ്കിലും ആരെങ്കിലും ആവട്ടെ, അദ്ദേഹം ഒരു കാലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന് ആർക്കും സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സംശയിക്കുന്നത് ശരിയായ രീതിയിലുള്ള സംശയമല്ല. വാൽമീകി ഒരു കാലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണല്ലോ രാമായണം. അപ്പൊ ഈ രാമായണം നിലനിൽക്കുന്നിടത്തോളം കാലം വാൽമീകി ജീവിച്ചിരുന്നുവോ എന്ന് ആർക്കും സംശയമുണ്ടാവേണ്ട ഒരു കാര്യമില്ല. വാൽമീകി രത്നാകരനോ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ബേസ് ചെയ്തുകൊണ്ടല്ല കേട്ടോ സംസാരിക്കുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി വെച്ചിരിക്കുന്നു. ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു വാൽമീകി ഒരു കാലത്ത് ജീവിച്ചിരുന്നു. കാളിദാസന്റെ എത്രയോ ഗ്രന്ഥങ്ങൾ നമുക്ക് പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കാനുണ്ട്. ഈ ഗ്രന്ഥം എഴുതിയത് വിക്രമോർവശീയം, ശാകുന്തളം, ഇതൊക്കെ എഴുതിയ ആളാണ് കാളിദാസൻ. അപ്പൊ അത് എഴുതണമെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കണമല്ലോ. അപ്പൊ ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കാര്യം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഏതെങ്കിലും സജീവമായൊരു കാര്യം വ്യക്തതയോടുകൂടി അവതരിപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ജന്തുവിനെ, അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജന്തു ഇപ്പം ഇല്ല, അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ പ്രൂവ് ചെയ്യുന്നത് അതിൻ്റെ ഫോസിൽ കണ്ടിട്ട് കഴിഞ്ഞാണല്ലോ. ഇപ്പോൾ അത്തരത്തിലുള്ള ഫോസിലുകളൊന്നും ഇതേപോലെയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഒരു നിർണായകമായ ശക്തിയല്ല, പ്രൂവ് ചെയ്യുവാൻ സാധിക്കുകയില്ലല്ലോ. എന്നാൽ വേദവ്യാസനെയും കാളിദാസനെയും ഭവഭൂതിയെയും വാൽമീകിയെയും ഒക്കെ നമ്മൾ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നുവെന്ന് തറച്ച് വിശ്വസിക്കുന്നതിൻ്റെ കാരണങ്ങൾ അത് എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ കാരണം കൊണ്ടാണ്. ഈ ഒറ്റ കാരണം മതി ഒരാൾ ജീവിച്ചിരുന്നുവോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യുക. നോക്കൂ, ശുക്രാചാര്യരും ഇതുപോലെ ഒരു ഗ്രന്ഥകർത്താവായിരുന്നു. ശുക്രാചാര്യർ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ശുക്രദണ്ഡനീതി എന്ന് പറയുന്നത്. അപ്പൊ ശുക്രദണ്ഡനീതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയ ആള് ജീവിച്ചിരിക്കണമല്ലോ. അദ്ദേഹം ജീവിച്ചിരിക്കാതെ എങ്ങനെയാണ് അദ്ദേഹം ശുക്രദണ്ഡനീതി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുക? അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം പക്ഷിയായ ഒരു മനുഷ്യനായിരുന്നുവെന്ന്. ഇനി ഈ ശുക്രദണ്ഡനീതി എന്ന് പറയുന്ന ഗ്രന്ഥം ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞതല്ല. അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കൊക്കെ നല്ല നിശ്ചയമാണ്. നോക്കൂ, അദ്ദേഹത്തിന്റെ ശേഷം 1000 വർഷങ്ങൾക്ക് ശേഷമാണ്, 1000 അല്ല 1500ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് ചാണക്യൻ എന്ന നമ്മുടെ കൗടില്യൻ ജനിക്കുന്നതും ജീവിക്കുന്നതും പിന്നെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതുന്നത്. ഈ അർത്ഥശാസ്ത്രം എഴുതുമ്പോൾ ചാണക്യൻ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് ശുക്രൻ എന്ന് പറയുന്ന ആചാര്യൻ എഴുതിയ ശുക്രദണ്ഡനീതി എന്ന് പറയുന്ന നീതിശാസ്ത്രം ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ
ശുക്രാചാര്യർ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞാൻ എൻ്റെ അർത്ഥശാസ്ത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് എന്നാണ്. ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ KM ഗോപി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ ഉള്ളൂർ S പരമേശ്വരയ്യർ എഴുതി വെച്ചിരിക്കുന്നു എന്ന് വായിച്ചു നോക്കൂ. അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ അർത്ഥശാസ്ത്രം എഴുതിയ നമ്മുടെ ചാണക്യൻ എന്ന് പറയുന്ന കൗടില്യൻ, അദ്ദേഹത്തിന് എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന ശുക്രൻ എന്ന് പറയുന്ന നീതികാരന്റെ, നീതിശാസ്ത്രജ്ഞന്റെ, അതാണ് ശുക്രദണ്ഡനീതി എന്ന് പറയുന്ന ഗ്രന്ഥം കണ്ടിട്ടുണ്ടെന്നും അത് അദ്ദേഹത്തിന് മാതൃകയായിരുന്നു എന്നും എഴുതി വച്ചിരിക്കുന്നു എന്നാണ്. വായിച്ചു നോക്കിയാൽ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ശുക്രദണ്ഡനീതിയിൽ പറഞ്ഞിട്ടുള്ള പല ഉദ്ധരണികൾ പോലും നമ്മുടെ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലുമുണ്ട്. ഇതാ ഇനി നമുക്ക് ശുക്രദണ്ഡനീതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ടായിരുന്നുവോ, അത് ശുക്രനാണ് എഴുതിയത് എന്ന സംശയത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആ സംശയമില്ലാതെ വരുമ്പോൾ ശുക്രൻ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത് 100% ശരിയാണല്ലോ. അദ്ദേഹം ജീവിച്ചത് ഏത് കാലഘട്ടത്തിലുമാകട്ടെ, ആ കാലഘട്ടത്തിലും മനുഷ്യരുണ്ടായിരുന്നുവല്ലോ. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ശുക്രദണ്ഡനീതി എന്ന് പറയുന്ന ഗ്രന്ഥം ഇപ്പോഴുണ്ടോ എന്നുള്ളതും കൂടെ നമ്മളൊന്നറിയണം. ശുക്രദണ്ഡനീതി അത് തുടങ്ങുമ്പോൾ തന്നെ ശുക്ര ആചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ നീണ്ട ഒരു പുസ്തകമാണ്. ഇത് കണ്ടമാനം കാര്യങ്ങൾ ഇതിനകത്ത് പ്രതിപാദിക്കുന്നു. ധാരാളം പേജുകൾ ഇതിനുണ്ട്. ഈ കലിയുഗത്തിൽ വളരെ ധൃതി പിടിച്ച മനുഷ്യ അവസ്ഥയിൽ പൂർണ്ണമായും അത് വായിച്ച് മനസ്സിലാക്കുവാനോ ആസ്വദിക്കുവാനോ സാധാരണ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഗ്രന്ഥത്തിൻ്റെ വലിപ്പം കൊണ്ട് ഇപ്പം മഹാഭാരതമൊക്കെ എടുത്ത് പരിശോധിക്കുന്ന ഒരാൾക്ക് വ്യക്തമായിട്ടും മനസ്സിനകത്തുണ്ടാവുമല്ലോ, ഇതെന്താണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ അബ്രഡ്ജാക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതിയുടെ പകുതി ഉണ്ടാവില്ലേ ഉള്ളൂ എന്ന് വിചാരിക്കാത്തൊരു വായനക്കാരനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിപ്പീറ്റേഷൻ അല്ലേ മുഴുവനും, എത്രയോ റിപ്പീറ്റേഷൻ. അതിൻ്റെ കാരണം അല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് പ്രക്ഷിപ്തങ്ങൾ എന്നൊക്കെ പറയുന്ന കാരണം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് പോട്ടെ. ഇവിടെ ശുക്രനീതി എഴുതുമ്പോൾ തന്നെ ദൈവം പറയുന്നു ഇത് വളരെ നീണ്ട ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ സംഗ്രഹ രൂപമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, ഇപ്പോൾ അറിയാൻ വേണ്ടി സാധാരണ ആൾക്കാർ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് അതിനെ കട്ട് ഷോട്ട് ചെയ്യാണ്. അപ്പം അത് കട്ട് ഷോട്ട് ചെയ്തിരിക്കുന്നത് ശുക്രനല്ല. ശുക്രദണ്ഡനീതി എന്ന് പറയുന്നത് കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണമാണ് എഴുതി വെച്ചിരിക്കുന്നത്, സംഗ്രഹ രൂപത്തിലാക്കിയിരിക്കുകയാണ്. 4 എഡിറ്റർമാർ കൂടി ചേർന്നതാണ് ശുക്രദണ്ഡനീതി സംഗ്രഹിച്ചിട്ടുള്ളത്. ആ 4 എഡിറ്റർമാർ കൂടി ചേർന്നിട്ട് ശുക്രദണ്ഡനീതി എന്ന് പറയുന്ന ബൃഹത് ഗ്രന്ഥം സംഗ്രഹിച്ച് എഴുതിയിട്ടുള്ളത് ശുക്രനീതി എന്ന് പറയുന്ന പേരിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അത് അനേകായിരം വർഷങ്ങൾക്ക് മുൻപാണ്. ശുക്രദണ്ഡനീതിയെ സംഗ്രഹിച്ച് 4 എഡിറ്റർമാർ കൂടി ചേർന്ന് 4 പ്രബന്ധങ്ങളാക്കി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതിൻ്റെ പേരാണ് ശുക്രനീതി. അതുകൊണ്ട് ഇപ്പോൾ ശുക്രദണ്ഡനീതി ഒരുപക്ഷെ നമുക്ക് സാധാരണ മനുഷ്യന് കാണാൻ സാധിച്ചു എന്ന് വരില്ല. ഏതെങ്കിലും പ്രത്യേകമായ മ്യൂസിയത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ വയ്യ. എന്താണ് ഇങ്ങനെ അത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് അർത്ഥശാസ്ത്രകർത്താവായ ചാണക്യൻ കൗടില്യൻ നുണ പറയില്ലല്ലോ, അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ ഇപ്പോൾ ശുക്രനീതിയാണ് പ്രാബല്യത്തിലുള്ളത്. ഈ ശുക്രനീതിയാണെങ്കിൽ ആദ്യം എഴുതിയ സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ലേഷൻ ഇപ്പോൾ നല്ലതുപോലെ പ്രചാരത്തിലുണ്ട്, വേണ്ടവർക്ക് വായിക്കാനും സാധിക്കും. ആ ട്രാൻസ്ലേഷൻ
ഞാൻ വായിച്ചിട്ടുള്ളത് മേജർ ബസു എന്ന് പറയുന്ന ഒരു എഡിറ്റർ എഡിറ്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണ്. മേജർ ബസുവിൻ്റെ എഡീഷനിൽ വരുന്ന ശുക്രനീതിയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് പരിഭാഷ. ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. ശുക്രനീതിക്ക് ഇംഗ്ലീഷിൽ വേറെയും പല പരിഭാഷകളുണ്ട്. ഡോക്ടർ ശർമ്മ എഴുതിയ ഇക്വിറ്റി ഇൻ ശുക്രനീതി എന്ന് പറയുന്നൊരു പുസ്തകം എൻ്റെ കൈവശം തന്നെയുണ്ട്, ഇംഗ്ലീഷാണ്. കൂടാതെ ശുക്രനീതി സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പോലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് മാടമ്പ് അച്യുതൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ആളാണ്. ഇപ്പം മാടമ്പ് അച്യുതൻ നമ്പൂതിരിപ്പാട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഈ ശുക്രനീതി എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന് അവതാരിക എഴുതിയിട്ടുള്ളത് അപ്പൻ തമ്പുരാനാണ്. അപ്പൻ തമ്പുരാൻ്റെ ഒക്കെ കാലഘട്ടം ഏതാണ്ട് എൻ്റെ കേൾവിക്കാർക്ക് ഊഹിക്കാവുന്നതാണല്ലോ. ആ ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് അപ്പൻ തമ്പുരാനാണ്. ഫോർവേഡ് എഴുതിയിരിക്കുന്നത് അന്നത്തെ പ്രഗത്ഭനായിട്ടുള്ള കൊച്ചുണ്ണി തമ്പുരാനാണ്. ഈ ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ മലയാള പരിഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. കൂടാതെ ശുക്രനെക്കുറിച്ച് കിട്ടാവുന്ന പല പ്രബന്ധങ്ങളും വായിച്ചെടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ശുക്രനീതി എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് ആ ഗ്രന്ഥത്തിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഈ പ്രഭാഷണത്തിന് തീർച്ചയായിട്ടും പ്രചോദനമാണ്, സഹായകമാണ്. ഇപ്പോൾ ശുക്രനീതിയാണ് നിലവിൽ നിൽക്കുന്ന ഗ്രന്ഥം. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ശുക്രൻ ജീവിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു, പച്ചയായ മനുഷ്യനായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുവാൻ ഇനി മറ്റൊരു കാര്യവും പറയേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഞാൻ പറയുകയാണ്, ശുക്രൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്തു വെച്ച ഏറ്റവും നല്ലൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി എന്ന് പറയുന്നത്, അതുവരെ ഭാരതത്തിൽ ഭരണം നടന്നിരുന്നത് പുരോഹിത രാജഭരണമാണ്. പുരോഹിത രാജഭരണം എന്ന് പറയുമ്പോൾ രാജാവും പുരോഹിതൻ കൂടിയാണ്. അപ്പോൾ പുരോഹിതൻ കൂടിയാവുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ, എന്തു തോന്നിവാസവും ദൈവത്തിൻ്റെ അരുളപ്പാട് കൊണ്ടാണ് രാജാവ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ള രാജാക്കന്മാരാണ്. രാജാവ് ദൈവം തന്നെ. അതാണ് രാജാവ് ദൈവം തന്നെ. രാജാവ് പറയുന്നത് മുഴുവനും ദൈവകൽപ്പനകളാണ്. മഴ പെയ്യിക്കുന്നതും രാജാവ്, വെയിൽ ഉദിപ്പിക്കുന്നതും രാജാവ്, പ്രപഞ്ചത്തിനെ കൊണ്ടു നടക്കുന്നത്, ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്നത് രാജാവ്. അങ്ങനെ പറയുമ്പോൾ അതിനെ ധിക്കരിക്കുവാനോ അതിനെ തള്ളിക്കളയുവാനോ പാവം പ്രജകൾക്ക് കഴിയുകയില്ല. കാരണം രാജാവ് പുരോഹിതനും കൂടിയാണ്, പ്രമുഖ പുരോഹിതനാണ്, ചീഫ് പുരോഹിതൻ. അപ്പോൾ ശുക്രന്റെ കാലഘട്ടം വരെ നിലനിന്നിരുന്ന ഭരണരീതി എന്ന് പറയുന്ന പുരോഹിത രാജഭരണമായിരുന്നു. ഈ പുരോഹിത രാജഭരണം ആദ്യമായി ഭാരതത്തിൽ ഒഴിവാക്കുന്നത് ശുക്രൻ എന്ന് പറയുന്ന മഹാപുരുഷനാണ്. അത് എങ്ങനെയാണ് സാധിച്ചത്? അത് എന്തുകൊണ്ടാണ് വേണ്ടി വന്നത്? ആ കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് ഈ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന സംഗതി എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ വ്യക്തമായിട്ട്. അതാ പുരോഹിത രാജാവായിരുന്ന ഭാരതത്തിലെ ഭരണരീതി ആദ്യമായി മാറ്റിയെടുത്തത് ശുക്രൻ എന്ന് പറയുന്ന ഉന്നത അറിവുകൾ ഉണ്ടായിരുന്ന ആളായിരുന്നു. തൻ്റെ ഇംഗിതങ്ങൾ അല്ലെങ്കിൽ തൻ്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു അതിനു മുൻപ് വരെ രാജാക്കന്മാരൊക്കെയും. ശുക്രൻ എന്ന് പറയുന്ന ക്രാന്തദർശിയായ, മനുഷ്യസ്നേഹിയായ, സാർവത്രിക
സാഹോദര്യത്തിൽ വിശ്വസിച്ച ആ മഹാമനുഷ്യനാണ് പുരോഹിത രാജ ഭരണത്തിന് അവസാനം കുറിക്കുന്നത് ഭാരതത്തിൽ. അദ്ദേഹം അത് ചെയ്യേണ്ടി വന്നത് എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടാണ്. എത്ര ആയിരക്കണക്കിന് പ്രജകളെ മരണത്തിൽ നിന്ന് പോലും ജീവിപ്പിച്ച് എടുക്കുവാൻ അദ്ദേഹം ചെയ്ത അധ്വാനം എന്നറിയുമ്പോഴാണ് എന്താണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി കേവലം ഹിമാലയത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സസ്യമാണോ? മൃതസഞ്ജീവനി ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദം ഉദ്ധരിച്ച് അല്ലെങ്കിൽ ഉരുവിട്ട് കൈമേൽ വെച്ച് കെട്ടുന്ന ചരടാണോ? ഇമാതിരി കാര്യങ്ങളൊക്കെ എൻ്റെ കേൾവിക്കാർക്ക് വളരെ വ്യക്തമായും മനസ്സിലാവും. അക്കാര്യത്തെക്കുറിച്ചുള്ള എന്താ പറയേണ്ടത്, അന്വേഷണ അറിവുകളാണ് അടുത്ത പ്രഭാഷണങ്ങൾ മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കേൾക്കണേ, ഇതൊരു അഭ്യർത്ഥനയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.